ഹലോ, എൻ്റെ കയ്യിൽ ചീപ്പ് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇവിടെ തൻ്റെ കയ്യിൽ ചീപ്പ് എങ്ങനെയാണ് ഞാൻ കാണുന്നത്? കണ്ടില്ലേ? ഞാനിപ്പോൾ ഇവിടെ ചീപ്പാന്ന് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ പറ്റുമോ? ഇവിടെ പോയെന്നൊരു പിടുത്തു. ആഹാ, ഇവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. ആരാ മനസ്സിലായില്ലല്ലോ? മനസ്സിലായില്ല. ഞാൻ ആ കറവക്കാരൻ്റെ ആയപ്പൻ്റെ മോനാ. കറവക്കാരൻ്റെ ആയപ്പൻ്റെ മോനാ. കറവക്കാരൻ രാജപ്പന്റെ മകൻ രവി. എടാ, നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എടാ സുഗുണൻ. എന്റെ പൊന്നെ സുഗുണ കൊടുക്ക്. എന്റെ പൊന്നെ, നീ ഗൾഫിൽ നിന്ന് വന്ന്? ഗൾഫിൽ ഞാൻ 2-3 ആഴ്ച ഇവിടെ. ഒന്നും പറയണ്ട. എന്താണ് ഗൾഫിൽ നിന്ന് വരാൻ കാരണം? നമ്മുടെ ജോൺസന്റെ കല്യാണത്തിന് വന്ന ഞാൻ. നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഓ, ഞാൻ വന്നില്ല. എടാ, ഗൾഫിൽ കിടക്കുന്ന ഞാൻ വിളിച്ചു, പിന്നെ നാട്ടിൽ കിടക്കുന്ന നിനക്ക് വന്നാലെന്താ? തിരക്കായിരുന്നു അറിയാം. പറഞ്ഞായിരുന്നു ജോൺസൺ തിരക്കാണെന്ന്. അല്ല, നിന്നെ കല്യാണം വിളിച്ചില്ല. അതൊക്കെ പോട്ടെ. നീ കല്യാണത്തിന് വരണമായിരുന്നു. എടാ, അവിടെ ആടിക്കാൻ ഇഷ്ടം പോലായിരുന്നു. അതായത് മദ്യത്തിന്റെ ബഹളമായിരുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാം തറ സാധനമാ. ചാത്തൻ. ഓ, ഒന്നും ഭയങ്കര തറ സാധനം. നീ അടിച്ചില്ല? ഞാനേ അടിക്കാനില്ലായിരുന്നു. അത്രയുള്ള വേറെ ആരും അടിക്കാനില്ലായിരുന്നു. അത് ശരി. എടാ, അതൊക്കെ പോട്ടെ. നീ എവിടെ പോവാന്നാ പറഞ്ഞു? ഒന്നും പറയണ്ട കളിയാ. എന്നാ പറ്റി? എന്റെ ഭാര്യയെ കൊണ്ട് ആശുപത്രി പോവാ. എടാ, അവക്ക് ഉറക്കത്തിൽ കിടക്കുമ്പോൾ എഴുന്നേറ്റ് കിടക്കുന്ന ഒരു അസുഖം. ആശുപത്രി പോവാ? എന്നാ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുക? എടാ, അതിന് ഡോക്ടർമാരെന്താ പോയി കാണേണ്ട കാര്യമില്ല. എടാ, അതൊക്കെ പ്രേതബാധയാ. ബാധ കൂടുന്ന പരിപാടിയാ. അതിന് കാര്യം ചെയ്താൽ മതി. ഞങ്ങളുടെ വീട്ടിലെ ഈ ചരട് ജപിച്ച് കിട്ടുന്ന പരിപാടികളുണ്ട്. എല്ലാവർക്കും ആ പരിപാടിയാ. അപ്പൊ ചരട് ജപിച്ച് കിട്ടിയ നടക്കത്തില്ല. അവൾ 2 ആഴ്ച കിടന്ന് ഉറങ്ങിക്കോളും. അതായത് എന്റെ ഭാര്യയെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നീ ചരട് ജപിച്ച് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ അവള് ഉറങ്ങി കിടന്നാൽ എഴുന്നേക്കത്തില്ല. ബോധം കിട്ടുന്ന ഉറങ്ങിക്കോളും. അങ്ങനെയാണ് 2 ചരട് വേണം കേട്ടോ. അതിനാ 2 ചരട്? എടാ, അടുത്ത വീട്ടിലെ ബാലിന് വേണ്ടിയിട്ട് 1 ചരട്. എടാ, ബാലിനെ ചരട് ഇട്ട് കൊടുക്കുന്നത്? എന്റെ മോനെ, എന്റെ ഭാര്യ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. അതെ, ഞാൻ പോവാ കേട്ടോ. എന്നാ നീ എവിടെ പോവാ? എന്റെ അമ്മാവൻ വരുന്നുണ്ട്. അമ്മാവൻ വരുന്നത് നീ എന്തിനാ പോകുന്നത്? അമ്മാവൻ വരുന്നോട് എനിക്ക് നിൽക്കാൻ പറ്റുന്നേടാ. അതെന്തിനാ അമ്മാവൻ? അത് ഞാനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എന്ത് സംസാരിച്ചാലും ആ സംസാരത്തിനിടയ്ക്ക് പിടുത്തം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും പിടുത്തം. അതിന് നീ കൂട്ടു നിൽക്കും. ഇവിടെ ഞാൻ കൂട്ടു നിൽക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ആൾക്കാർ തല്ല. നീ ഇപ്പം നിന്റെ പോയി തല്ലല്ലേ ഞാൻ കൊള്ളു. ഞാൻ പോയി കേട്ടോ. നിന്റെ അമ്മാവനെ ഞാൻ സഹിക്കണം. കുഴപ്പമില്ല, സഹിക്കാൻ. എന്തോ ഞാൻ ഗൾഫിലായിരുന്നു. എനിക്കറിയാലോ. 2 ആഴ്ചയായി വന്നിട്ട്. അമ്മാവ കഴിഞ്ഞ ആഴ്ച ഞാൻ അതിലെ കൂടെ വന്നപ്പോഴേ അമ്മാവനോട് കണ്ടില്ലായിരുന്നല്ലോ. വീട്ടിൽ നീ കയറിയോ? കയറിയാണ് ഞാൻ. എന്നെ കണ്ടില്ല. എടാ, ഞാൻ ആ താഴത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മനെ ഒന്ന് കാണാനും പിടിക്കാനും ഒക്കെ വന്ന് പോയതല്ലേ. അയ്യോ, അവർക്ക് തന്നെ ലക്ഷ്മി. നീ അറിഞ്ഞില്ലേ? എടാ, അവർ 1 മാസമായിട്ട് സോക്കേടായിട്ട് കിടപ്പും പിടുത്തമൊക്കെ ഇല്ലായിരുന്നു. എന്നാ മെഡിക്കൽ കോളേജിലെ സകലമാന ഡോക്ടർമാർ മാറി ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് ഇതുവരെ അവരുടെ അസുഖം കുറയാൻ പിടിക്കുകയൊന്നും ചെയ്തില്ല കുഞ്ഞെ. ചെയ്തിട്ടില്ല. എന്നാലും ഇപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വരികയും ചികിത്സിക്കുകയും പിടിക്കുകയും ഒക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ടെന്നേ. ഞാൻ പോയി കാണുന്ന വീട്ടിലൊക്കെ ചെയ്തല്ലേ. അത് ശരി. മൂത്ത ബേബിച്ചല്ലേ? ബേബിച്ചൻ. അവനിപ്പം എന്തെടുക്കുക? നീ വന്നപ്പോ അവനെ കണ്ടില്ലല്ലോ. എടാ, നീ വന്നപ്പോ അവന് സൂസമയം കൂടെ ആ കരോട്ട റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് പിള്ളേര് പഠിക്കുകയും പിടിക്കുകയായിരുന്നു. എടാ, അവര് പഠിക്കുകയും പിടിക്കുകയും ചെയ്ത് അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത് അവർക്കൊരു ജോലി കിട്ടുകയും പിടിക്കുകയും ചെയ്ത് അവർക്ക് കൊള്ളാടാമനെ. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പിടിക്കൊന്നുമില്ല. ഇങ്ങനെ പോകുന്ന നമ്മുടെ മോൾക്കുട്ടി അവളുടെ കാര്യം, അവളങ്ങനെ പരീക്ഷയൊക്കെ ജയിക്കുക. എന്റെ പൊന്നു കുഞ്ഞു ഒന്നും പറയണ്ട. എന്റെ എടാ, അവള് കഴിഞ്ഞ വർഷം പരീക്ഷ മെനക്കെട്ടിരുന്ന് രാത്രിയിലിരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇല്ലേ, BAക്ക് ഒരു പാർട്ട് പോയെന്നോ പിടിച്ചെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്നാൽ ഇപ്പൊ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ അവരുടെ ട്യൂട്ടോറിയൽ വാദ്യമാരാണ് പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ വേഗം എടുക്കലാണ് അവരെന്ന് പറയുന്നത്. ഇനി എങ്ങനെയാലും അവിടെ കല്യാണം നടത്തുകയും പിടിക്കാൻ. എന്റെ പൊന്നു കുഞ്ഞ, ഈ എറണാകുളത്തിൽ നിന്ന് ഈയിടെ ഒരു ചെറുക്കനും എല്ലാരും കൂടെ വന്ന് പെണ്ണിനെ കാണുകയും പിടിക്കുകയും ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ പറ്റിയില്ല. ഇത് തന്നെ. എന്നാ ഗൾഫിൽ നിന്ന് വരികയും പിടിക്കുകയും ചെയ്തത്? ഞാൻ 2-3 ആഴ്ച ഇങ്ങോട്ട് വന്നു. എത്ര മാസത്തെ ലീവും പിടുത്തമുണ്ട്? ഇനിയിപ്പോ 2 വർഷത്തേക്ക് ഒരു നീണ്ട ലീവ് എടുത്തിരിക്കുവാണല്ലേ. മോനെ, ഇനി നിന്റെ ലീവ് തീരുന്നതിന് മുമ്പ് അതിലേ വരിക, ഞങ്ങളുടെ വിശേഷം കാണുകയും പിടിക്കുകയോ അറിയുകയും പിടിക്കുകയോ ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ ഇല്ലാലും അവളവിടെ കാണും. ചേട്ടനെ അവിടെ കാണുമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ നിൽക്കാൻ. ഞാൻ അങ്ങോട്ട് പോയി ഇത് കാണുകയും പിടിക്കുകയും കേട്ട് വരാം കേട്ടോ. ചേട്ടാ, അതെ ഒരു കാര്യം നിൽക്കാൻ ഒന്നും സമയമില്ല. അവൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് അവിടെ കാണുകയും പിടിക്കുകയും ചെയ്യണം. അത് കൊള്ളാം. ഒരു മനുഷ്യനോട് ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചപ്പോൾ അങ്ങേരും പോവുകയും ചെയ്തു. ഇതെന്തൊരു ബെസ്റ്റ് ഓപ്പ്. ഇത് മനുഷ്യൻ വെറുതെ മെനക്കെടുന്നല്ല, അതൊരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ? പത്രം വായിച്ചു. ഉളംപാറയിൽ ഏതോ ഒരു ഭ്രാന്തൻ ചാടി എന്ന് പറയുന്നത് കേട്ടോ. അവനെ പിടിച്ചോ? പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക്. ഭാഗ്യം. പിന്നെ എന്നെ കൊണ്ട് വിചാരം
ഒന്നുമില്ല വിശേഷം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് വന്നതാണേ. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കണ്ട് വന്നു പറയുന്നത് കേട്ടെ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പോകാൻ പറഞ്ഞത്. ഇയാളോട് പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയി കണ്ടു, ഷെയ്ക്കാൻ്റെ കൊടുത്തു. പുള്ളി എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. ഞാൻ കാല് തൊട്ടു, നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു. പേരെന്താന്ന് ചോദിച്ചു. ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ്. കൊള്ളാം. അത് ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താന്ന്. അപ്പൊ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അപ്പൊ ആർക്കാ ഭ്രാന്ത്? ശരിക്കും അവർക്കാണല്ലോ ഭ്രാന്ത്. ഭ്രാന്ത് അവർക്ക് തന്നെ. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി. വെറുതെ ചെടി നനച്ചുകൊണ്ട് നിന്നാണ് അച്ഛനും അമ്മയും എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീട് വിട്ട് പോകാൻ തന്നെ കാരണം. ചുമ്മാ ചെടി നനച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഭ്രാന്താന്ന് പറഞ്ഞു. ആദ്യം അച്ഛൻ പറഞ്ഞു, പിന്നെ അമ്മ പറഞ്ഞു, മൂന്നാമത് പെങ്ങൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയത്. കാരണം എന്താ? നല്ല മഴ, കൊട പിടിച്ചോണ്ട് ചെടി നനച്ചു. അത്രയും പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്. പിന്നെ അവര് ഭ്രാന്താന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട അങ്ങനെ ഒരു കഷ്ടകാലമാണ് എനിക്കുണ്ടായിരുന്നത്. എന്ത് കഷ്ടകാലം? അവര് പണക്കാരാ. അവര് ക്രിസ്മസിന് 1 കിലോ ബീഫ് മേടിക്കും. പിന്നെ 1 കിലോ ബീഫ് മേടിച്ചാൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാവും തിന്നാനായിട്ട്. 1 കിലോ ബീഫ് 1 കിലോ ബീഫിന് 50 പേര് വരെ വീട്ടിലേക്ക് വരുന്ന ശേഷം ഒരു പണക്കാരാ അവര്. അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു. എന്തിന്? പെട്ടെന്ന് രാത്രിയാവാൻ അവർക്ക് ഭയങ്കര ധൃതിയല്ലേ. 3 അച്ഛനുണ്ട് എനിക്ക്. 3 അച്ഛൻ. ഒരച്ഛന് നല്ല കൊമ്പമീശാണെങ്കിൽ മറ്റേ അച്ഛൻ കഷണ്ടിയാ. അങ്ങനെ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ. അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പെങ്ങളും കൂടെ കടലിന്റെ നടുക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആനയെ കാണിച്ചു വന്നു. അമ്മ കടലിന്റെ നടുക്ക്. പിന്നെ അവിടെ കടലിന്റെ നടുക്ക് വലിയ പശു ഇല്ലേ, പശു. ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചോണ്ട് വരുമ്പോഴാണ് മുട്ട വിരിഞ്ഞ് ആട്ടിന്റെ കുഞ്ഞുണ്ടായത്. അത് മാത്രമല്ല ഇതിങ്ങനെ നടന്നു. ഫ്രിഡ്ജ് തുറന്നു നോക്കി പൊട്ടും തണുത്ത വെള്ളമില്ല. അപ്പൊ തന്നെ കർട്ടൻ വന്ന് താഴെ വീണു. അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ. തനിക്ക് എന്നെ കണ്ടിട്ടേ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കാം. എന്നെ കണ്ടിട്ട് കണ്ടിട്ട് ഒരു പ്രാന്തനാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയത്തില്ല, ആരും പറയത്തില്ല. എന്റെ സംസാരത്തിന് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് പറയൂ. എവിടെ? അങ്ങനെ ആരും പറയത്തില്ല. അത് തനിക്ക് ഭ്രാന്തുള്ളതുകൊണ്ടാ. അത് തന്നെ. അത് കൊള്ളാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കായി ഭ്രാന്ത്. വന്ന കാര്യം ഇട്ട് നടക്കും ഒരു മനുഷ്യനെ കാണാൻ. ഇതന്നെ 8 കാലി. ഇപ്പൊ പോയ പുള്ളിക്ക് ഭ്രാന്തല്ലേ? ഭ്രാന്ത. എന്ത് ഭ്രാന്തന്മാരി ഇവിടെ. അത് തന്നെ. ഇനിയിപ്പൊ ഇതെന്താണോ സാധനം ആർക്കറിയാം. ചേട്ടൻ ചൈനക്കാരനാണോ? ഞാനോ? ഇവിടെ ഞാൻ ചൈനക്കാരനൊന്നുമല്ല. ഇപ്പൊ കൊടുത്തു അല്ലല്ലേ? ചോദിക്കാൻ പറ്റേ? ചോദിക്കണ്ടല്ലേ? ചോദിക്കൂ. സത്യം പറ, ചൈനക്കാരനല്ലേ? ഇവിടെ തന്നോടല്ലേ പറഞ്ഞ ഞാൻ ചൈനക്കാരനല്ല. അല്ലല്ലേ? അല്ല. ചോദിക്കുന്നുള്ളൂ. ചോദിക്കാൻ പറ്റേ? ചോദിക്കുന്ന തന്നെ. ചോദിക്കണോ? വേണ്ട. ചോദിക്കും. ഇല്ലല്ലോ, ചോദിക്കത്തില്ല. സത്യം ചോദിക്കത്തില്ല. എന്നെ കളിപ്പിക്കില്ല. ചൈനക്കാരനാ. അതെ, ഞാൻ ചൈനക്കാരനാ. അതിനിപ്പോ എന്നെ വേണം. ആണോ? ദൈവത്തിന് എന്നെ കണ്ടാ പറയത്തില്ല കേട്ടോ. സിഗരറ്റ് വലിക്കാൻ പോവാണ്. 2 കൈയുള്ള ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടി ഒരു സിഗരറ്റ് വലിക്കുന്നത്. പുള്ളി 1.5 കൈക്ക് സിഗരറ്റ് വലിക്കാൻ പോകുന്നു. കാണത്തൊന്ന് നടക്കട്ടെ. ഭയങ്കര സെറ്റപ്പല്ലേ. വലിച്ചേ അടങ്ങത്തുള്ളൂ. ദൈവം ഇത് എന്നാ കാണിക്കാൻ പോവുക? എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വലിക്കുന്നത്? വലിക്കണ്ട. ഒന്നുകൂടി വലിച്ചേക്കാം. പിന്നെയും വലിക്കുവാണ്. ദൈവം ഇത് കാഞ്ഞു പോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. കളഞ്ഞേര് ചേട്ടാ. ഞാനേ 3-4 ദിവസമായിട്ട് ഒരു ബിരിയാണി പോലും കഴിച്ചിട്ട് കുറെ നാളായി. അപ്പൊ എനിക്ക് എന്തെങ്കിലും തരുമെന്ന് വളരെ ഉപകാരമായിരുന്നു. ഞാൻ തരാനോ? തനിക്കോ? ഇവിടെ ഈ പാന്റും കോട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് തന്നെക്കാളും വലിയ തണ്ടിയാ ഞാൻ. എനിക്ക് തരാൻ കാശൊന്നുമില്ല. ചേട്ടാ അങ്ങനെ പറയില്ല ചേട്ടാ. എന്തിനാ എനിക്ക് എന്തെങ്കിലും? തന്നോടല്ലേ പറഞ്ഞ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. പ്ലീസ് ബുദ്ധിമുട്ടിപ്പിക്കാതെ പോ ചേട്ടാ. എന്തെങ്കിലും തന്നെ സഹായിക്കണേ. ഇവിടെ കൈ കാശില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ പൊന്നു ചേട്ടാ. എനിക്ക് തന്നോടല്ലേ പറഞ്ഞ കൈ കാശില്ലെന്ന്? അല്ല, അങ്ങനെ പറഞ്ഞ തരാൻ പറ്റത്തില്ല. അത് തന്നെ. അപ്പൊ നീ തരത്തില്ല? തരത്തില്ല. ഇതെന്താ സംഭവം? ഇത് കുംഫു പഠിച്ചിട്ടുണ്ട്. നിന്റെ കുംഫു അല്ലേ? നിന്റെ കുംഫു ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കളിക്കട്ടെ നീ എൻ്റെ അടുത്ത്.
ഇപ്പൊ മാറ്റം, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ. അയ്യോ എന്റെ പൈസ. അയ്യോ നമസ്കാരം ചേട്ടാ. പുടുകുടാച്ചി. അതുകൊള്ളാം ചേട്ടാ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ടി വിയിലേ കണ്ടിട്ടുള്ളൂ. അരണ്യോ ചേട്ടനല്ല ബോക്സിങ്. ചേട്ടാ, എനിക്ക് ചേട്ടനെയും ബോക്സിങ്ങിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഇത് ഒരു കാര്യം ഞാൻ പറയാം. എന്നെയും ബോക്സിങ്ങിനെ പറ്റി പല അപവാദങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞു വരുന്നുണ്ട്. അത് കേട്ടോണ്ട് നീ എന്നോട് ചോദിക്കാൻ പറ്റും. ഈ ചേട്ടൻ എന്താ പറയുന്നത്? എന്ന് പറഞ്ഞാടെ ഇവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ബോക്സിങ്ങും ഇവിടെ കിടക്കുന്ന ഞാനും തമ്മിൽ എന്താ ബന്ധം? അയ്യോ ചേട്ടാ, അതല്ല. ഞാൻ ചേട്ടനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു വിരോധവും ഇല്ല. അതെ, ഞാൻ എന്തെങ്കിലും ഉത്തരം പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒരു വിരോധവും ഇല്ല. അത് മതി. താങ്ക് യു. പുടുപുടാച്ച്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്. എന്താ ചേട്ടാ? അതേട്ടാ, എനിക്ക് വാമായിരിക്കണം എപ്പോഴും. അത് ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഈ ബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കാറുണ്ട്. അതെന്താ? അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഈ മണി മുഴങ്ങുന്നത് എന്തിനാണെന്നാണ് എനിക്കറിയേണ്ടത്. അതായത് ആ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അടുത്തു എന്നുള്ള മണിയാണ്. അതിനാണ് മരണമണി എന്ന് പറയുന്നത്. ഓക്കെ ഏട്ടാ. അപ്പൊ അത് തുടങ്ങുമ്പോഴല്ലേ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ മണി ഇങ്ങനെ മുഴങ്ങാറുണ്ടല്ലോ, അതെന്താ കാര്യം? അതിപ്പോ 10 പേര് കൂടുന്ന സ്ഥലമല്ലേ. അപ്പൊ അവിടെ നിന്ന് ഐസ്ക്രീം കച്ചവടക്കാര്, കപ്പലിൽ കച്ചവടം, ഇവരിങ്ങനെ മണിയടിച്ചാണല്ലോ മറ്റുള്ളവരെ മണിയടിച്ചാണല്ലോ ജീവിക്കുന്നത്. നമ്മളുടെ മരണമണി മുടങ്ങുമ്പോൾ അവർ ജീവിതത്തിന്റെ മണി മുടങ്ങും. അപ്പൊ ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളവാകത്തുള്ളൂ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ചേട്ടാ, എനിക്ക് വേറൊരു സംശയം. ഈ ബോക്സിംഗുകാര് പൊതുവെ മൂക്കിന്റെ പാലത്തിട്ട് തന്നെ ഇടിക്കണത്. അതാ ഈ മൂക്കിന്റെ പാലത്തിട്ട് തന്നെ ഇടിക്കുന്നത്. പിന്നെ ആ ഇടി കൊണ്ട് പാമ്പൻ പാലത്തിന്റെ ഭിത്തിയെ കൊണ്ട് ഇടിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കൈ പോകത്തില്ലേ. അതുകൊണ്ടാണ് നമ്മൾ മൂക്കിന്റെ പാലം നോക്കി ഇടിക്കുന്നത്. അത് ശരി. പുടുകുടാച്ചി. അതുകൊള്ളല്ലേ. അപ്പൊ ചേട്ടാ ഇങ്ങോട്ട് നോക്കിയാൽ എനിക്ക് വേറെ സംശയമുണ്ട്. അതായത് നമ്മൾ ഈ ബോക്സിംഗ് നടക്കുന്ന സമയത്ത്, ഈ ഇടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചുറ്റും കയറ് കെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചേട്ടാ? ബോക്സിംഗ് നടക്കുന്ന സമയത്ത് അത് നമ്മൾ എങ്ങനെങ്കിലും ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇടിച്ച് വശക്കേടാക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് ശരി. ഒന്നെങ്കിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ ജയിക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അത് കൊള്ളാം. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഇങ്ങോട്ട് നോക്കിയാൽ, നമ്മൾ ഈ ബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വായിൽ ഒരു ക്ലിപ്പ് ഇങ്ങനെ പിടിപ്പിക്കാറുണ്ട്, ഈ പല്ലിന് ഇവിടെ ഇങ്ങനെ. അതിനായിട്ട് ഈ ക്ലിപ്പ് പിടിപ്പിക്കുന്നത് അതെന്തിനാണ്? ഇതുപോലുള്ള അസഭ്യ വാക്കുകൾ നമ്മൾ അവിടെ പറയാതിരിക്കാൻ വേണ്ടിയാണ് അവർ നമ്മുടെ വായി ക്ലിപ്പ് ഇടുന്നത്. മനസ്സിലായോ? അത് കൊള്ളാം. ചേട്ടാ, എനിക്ക് വേറെ സംശയം. ഈ കയ്യുറ ഉണ്ടല്ലോ, ഈ ബോക്സിംഗ് ഉപയോഗിക്കുന്ന കയ്യുറ, അതെന്താ ഈ കൈയിൽ തന്നെ ഇടുന്നത്? കയ്യുറയല്ലേ, കാലിടാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ കയ്യിലിടുന്നത്. ചേട്ടാ, ചേട്ടനാ ഇത്രയും ബോക്സിംഗ് ജീവിതത്തിനിടയിൽ ചേട്ടന് മറക്കാനാവാത്ത സംഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത്? മറക്കാനാവാത്ത സംഭവം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഓർക്കുന്നില്ല. ഞാൻ ടൈസൺ തമ്മിലൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ. ടൈസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്ക് ടൈസൺ പയ്യൻ. എന്നിട്ട് മുട്ടയടിച്ച അറിയാം, അവനായിട്ടുള്ള മത്സരം നടക്കാറുണ്ട്. അപ്പൊ ഞാനും ഇന്ത്യയിൽ നിന്ന് ഞാനും നമ്മുടെ കോച്ചും കൂടി പോവാ. കൊച്ചിനെ എന്തിനാ കൊണ്ടുപോകണം? വെറുതെ കൊച്ചല്ല, കോച്ച്. അവിടെ ചെന്ന് മത്സരം കൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആദ്യത്തെ റൗണ്ട് എന്നെ ഇടിച്ചു. എന്നെ ഇടിച്ചു. എന്നിട്ട് അപ്പൊ പയ്യനല്ലേ പോട്ടെ, ടൈസൺ നമ്മുടെ പയ്യൻ. നമ്മൾ പോട്ടെ ഒരു കൺസെഷൻ കൊടുത്തു, ക്ഷമിച്ചു. സെക്കൻഡ് റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട് അവൻ വീണ്ടും എന്നെ ഇടിച്ചു. അത് ശരി. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. സെക്കൻഡ് റൗണ്ടിൽ ക്ഷമിച്ചു. മൂന്നാം റൗണ്ട് ഉണ്ടല്ലോ, മൂന്നാം റൗണ്ട് ആയപ്പോഴത്തേക്ക് പിന്നെ പൂര ഇടിയായിരുന്നു. അറിയാവോ? ആര്? ടൈസൺ എന്നെ. അവസാനം ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഞാനത് ക്ഷമിച്ചു, ഞാൻ വീട്ടിൽ പോകുന്നു. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കഷ്ടം. പൊടുപിടാച്ചി. അതൊക്കെ കേട്ടെ, ഇത്രയും ചേട്ടൻ ഇടി കൊണ്ടിട്ട് ചേട്ടന്റെ കോച്ച് ഒന്നും പറഞ്ഞില്ലേ? കോച്ച് അവൻ ഞാൻ തോറ്റ നിമിഷത്തിൽ എന്താ ചെയ്തെന്നറിയാവോ? എന്റെ അടുത്തൊന്ന് കാല് മാറി അവൻ ടൈസന്റെ കൂടെ പോയി വെച്ച് പറയാ, ഞാൻ ഇന്ത്യയുടെ കോച്ചല്ല, ഞാൻ ടൈസന്റെ കൂടെ കളി കാണാൻ വന്നതാണെന്ന്. അത് കഷ്ടമായി പോയി. ഓക്കെ, എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. ആയിക്കോട്ടെ. ചേട്ടാ, ഈ ബോക്സിംഗിൽ ജയിച്ചാൽ ചേട്ടന് സമ്മാനം കിട്ടാറുണ്ടോ? ജയിച്ചാൽ സമ്മാനം കിട്ടും, പക്ഷെ തോറ്റു കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല. എനിക്ക് എത്ര പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അങ്ങനെ. അതെല്ലേ. അപ്പൊ എന്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആയിക്കോട്ടെ. ചേട്ടൻ ഈ ബോക്സിംഗ് ജീവിതത്തിൽ ചേട്ടന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഒളിമ്പിക്സിൽ എനിക്ക് എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കണം, എല്ലാ ഐറ്റത്തിലും വിജയിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പുടുകുടാച്ചി.
And now it's time to the presence of 100 kg powerlifting competition into our state, and it's coming from Nicaragua. The super powerlifting man is Mr. Juan Switz from Nicaragua. Get. The 100 kg powerlifting was with the hardest man, and his all of us body muscles are coming into on. Please, sir, he's under the right. He's the toughest one and the greasiest person on. He's the first trying with the knot. He's got the guideline. He did it. Wonderful, fantastic, and marvelous. Okay, come on, very good. Disgraceful, this is all the correct name for that. Next, the accommodating participant in this competition is from the Super Power Cup. Super, he's with the brass in the bridge. Yeah, so Yamara Johnson is from his ingredients and some of the diplomacies spectacular and demolishing efforts into the foreign of the British or not. He said, I can't believe this, and it is the suppressing, capacity, God using on. What is it? What's it that because it's carrying on? The most amazing participant of this evening from Kerala, and guys, grand welcome to the participant from Kerala. It's come on, it's a process match. Just come to here's your 100 kg. Please, sir. Here's the match, the match. He's with the support stage. He's He's going to the stank. Have to do it. Come on, take half of this. You got to take this. Take this. Ladies and gentlemen, well start the World Heavyweight Boxing Championship 2005. Ladies and gentlemen, the same time was Mike Tyson from America. Heavyweight Championship. Now, one will kick. This one will get over the next one. Careful. Now this one's going to run us with us. Here. Now, doing it off. Oh, one more. There was him. And now, straight. Wow. What about me? That's about time. He's strong. And he's well. And the next comes back. Yes!
unbelievable. Go! Is one of them teams. And the total of round 2 and 3 and 4 is the time to receive and the time to receive and he's ready for the ring World Heavyweight Boxing Championship 2005. He's fought with his careful ground and also with this runner coming the crowd the city for us to go find and the fight and the single for the strong. It's the life of the